നമ്മളിന്ന് ഒരു വെറൈറ്റി കറിയാണ് വെക്കുന്നത്. ചെമ്മീനും മാങ്ങയും ചക്കക്കുരും മുരിങ്ങക്കായും കൂടി ഇട്ടിട്ടാണ് നമ്മൾ കറി വെക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ: തേങ്ങ വേണം, കുറച്ച് കൊച്ചുള്ളി, 2-3 പച്ചമുളക്, ഒരു നുള്ളി ജീരകം, 1-2 വെളുത്തുള്ളി, ഇതുപോലെ തന്നെ ഒരു നുള്ള് ഇഞ്ചി, കറിവേപ്പില, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കായം. ഇത്രയാണ് ഇതിൽ വേണ്ട സാധനങ്ങൾ. ചക്കക്കുരു നമുക്ക് ഗ്യാസിലാണ് കുക്ക് ചെയ്യുന്നത്. അത് കാരണം കൊണ്ട് കുക്കറിലിട്ടിട്ട് ഒരു സീറ്റ് കേൾപ്പിച്ച് ചക്കക്കുരു നമുക്ക് ആദ്യം വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. പാതി വെന്ത ചക്കക്കുരു പാതി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്തിട്ട് അടുപ്പത്തേക്ക് വെക്കാവേ. ചെമ്മീന്, മുരിങ്ങക്കായ, അത് നല്ല പുളിയുള്ളതാണ്, അതുകൊണ്ട് കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ. 2 തണ്ട് കറിവേപ്പില, ഇതിൽ അരച്ച് വെച്ചിരിക്കുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ചേർത്താണ് അരച്ച് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് അതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയിടണം. ഒരു 3-4 കൊച്ചുള്ളി, ഒരു 2 പച്ചമുളകും കൂടെ ഇതിലോട്ട് കീറിയിടണം. പിന്നെ പൊളിച്ചിട്ടാൽ മതി. നമുക്ക് ഈ വെന്ത് പിടിക്കുന്ന ചക്കക്കുരു അതിൻ്റെ ഇതൊക്കെ പോയിട്ടുണ്ട്, അതൊന്ന് തുറന്ന് അതൊന്ന് ചേർക്കാവേ. ചക്കക്കുരു വെന്തിട്ടുണ്ട്, അതും കൂടെ ഈ കൂട്ടത്തിലിട്ട് ചേർക്കും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമായി. മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പയിലോട്ട് വെക്കാം. വെള്ളം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് വെക്കാം. കൂടുതൽ ചാറ് വേണമെന്നുള്ള ആൾക്കാർക്ക് അങ്ങനെ വെക്കാം. ഇനി ഇതിൽ ചേർക്കാൻ 2 സാധനങ്ങളുണ്ട്. ഒന്ന്, ഒത്തിരി കായപ്പൊടി ചേർക്കാനുണ്ട്, അതുപോലെ ഉലുവാപ്പൊടി ഉണ്ട്. ഇത്തിരി ഉലുവാപ്പൊടിയും കൂടെ ചേർക്കണം. ഇനി അത് അവിടെ ഇരുന്ന് വെന്ത് പാകമാവട്ടെ, പറ്റി. അത് കഴിഞ്ഞ് നമുക്ക് താളിച്ച് ഒഴിക്കാനുണ്ട്. നമ്മുടെ കറി റെഡി ആയോ എന്ന് നോക്കാവേ. കറി നല്ലോണം പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിത് താളിച്ചൊഴിക്കാം.
ചൂടാൻ വെച്ചു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നല്ലോണം ചൂടായി കഴിയുമ്പോൾ നമ്മൾ കടുകിടാൻ പോവാണ്. ഒരു നുള്ളു ഉള്ളിവടയും കൂടെ ഇടണം. അത് കുറച്ച് കഴിയുമ്പോഴേക്കും കൊച്ചുള്ളി ഇടാവേ. 2-3 കൊച്ചുള്ളി മതി. കൂട്ടത്തിൽ നമുക്ക് 2 വറ്റൽമുളക്, ആവശ്യത്തിന് കറിവേപ്പില ഇട്ടിട്ട് നല്ല മൂപ്പിച്ചിട്ട് അത് കറിയിലേക്ക് ഒഴിക്കും. ഉള്ളിൽ ബ്രൗൺ കളറാകുമ്പോൾ മനസ്സിലാക്കാമല്ലോ മൂപ്പൊന്നും. ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നേ. മൂത്തിട്ടുണ്ട്. നമുക്കിനി കറിയിലോട്ട് ഒഴിക്കാം. ഒഴിച്ച പാടെ ഇളക്കാതെ ഇങ്ങനെ അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാവേ. കറി നല്ല കുറുകിയിട്ടുണ്ട്, നല്ല പാകത്തിനാണ് ഇരിക്കുന്നത്. ഇതിന് ടേസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ചാറ് വേണ്ടവർക്ക് കുറച്ച് കൂടുതൽ ചാറ് വെക്കാവേ. നമ്മുടെ ചാറ് ഇത്രയും മതി, അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ച്. ഇനി നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പൊക്കെ പാകമാണ്. മാങ്ങയൊക്കെ വിചാരിച്ച പോലെ ഒന്നും പുളിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ചക്കക്കുരുവിൻ്റെയൊക്കെ നല്ല രുചിയുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചക്കക്കുരുവിൻ്റെയും മാങ്ങയുടെയൊക്കെ സമയമാണല്ലോ ഇപ്പോൾ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യണം. നല്ല കറിയാണ്. ഓക്കെ, ബൈ.